ഇപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ റൂട്ടർ വെച്ചിട്ട് 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനാണ്. 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ 2 തരം IP ഉള്ള നെറ്റ്വർക്ക്. ഇപ്പോൾ നോക്കി നോക്കാം. ആദ്യം റൂട്ടർ എടുക്കുക. ഞാൻ ഇപ്പോൾ ഇതാണ് എപ്പോഴും എടുക്കില്ല, അപ്പോൾ അതെടുക്കുക. പിന്നെ 2 സ്വിച്ച് വേണം 2 നെറ്റ്വർക്കിൽ കൊടുക്കാൻ. പിന്നെ 4 PC. ഇവിടെ കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുക. ഈ ഇടിമിന്നലിൻ്റെ സാധനത്തിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോൺഫിഗർ ചെയ്യാം. ആദ്യം ഇവിടുത്തെ ഉള്ള PC-ക്ക് 1 അല്ല IP അഡ്രസ് റേഞ്ച്. ഈ 2 PC-ക്ക് 2 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ എത്ര എടുക്കുക? 192.168.1.2 കൊടുത്തു. അതേപോലെ ഇപ്പുറത്ത് 1.3 കൊടുത്തു. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 കൊടുക്കാം. 2.2 കൊടുത്ത് സബ്നെറ്റ് മാസ്ക് സ്ഥാനം വരും. ഇവിടെ 2.3 കൊടുത്തു. താഴെയുള്ളതിലൊക്കെ IP ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1.2, 1.3, 2.2, 2.3. ഇനി നമ്മൾ റൂട്ടറിൽ കോൺഫിഗർ ചെയ്യണം. ഈ സാധനം കണ്ടില്ലേ, FA0/0 ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0. അവിടെ നമ്മളൊരു IP കൊടുക്കണം. 1 പോയിൻറ്റിൻ്റെ റേഞ്ചിൽ ഇവിടെ ഒരു IP കൊടുക്കണം 2 പോയിൻറ്റിൻ്റെ റേഞ്ചിൽ. അപ്പോൾ അതിന് റൂട്ടർ എടുക്കുക, CLI എടുക്കുക, ഇവിടെ നോ കൊടുക്കുക, എനേബിൾ ചെയ്യുക, കോൺഫിഗർ ടെർമിനൽ. പിന്നെ നമ്മൾ ഈ FA0/0 ആണ് ഇപ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു IP അഡ്രസ്സ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ FA0/0 എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0. അപ്പോൾ അതിൻ്റെ കൊടുക്കാനുള്ള കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ്
0/0. ഇഫ് ഇപ്പോൾ നമ്മൾ ഐ പി അഡ്രസ്സ് കൊടുക്കുക. ഐ പി അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇവിടേക്കുള്ളതാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ 1.2 1.3 കൊടുത്തുള്ളൂ. അപ്പോൾ അതേ റേഞ്ചിലുള്ള 1.1 ഞാൻ കൊടുക്കുന്നത്. 168.1.1 സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. 255.255.0 എന്നിട്ട് നോ ഷട്ട് ഡൗൺ കൊടുക്കണം. സിൻടാക്സ് സെറ്റ് ചെയ്യാം. നോ ഷട്ട് ഡൗൺ കൊടുത്താലാണ് ഇത് വർക്കാവുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇവിടെ പച്ച കത്തി. എന്നിട്ട് എക്സിറ്റ് ചെയ്യാം. ഒരു സൈഡ് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇവിടെ 0/0 ആണിപ്പോൾ കോൺഫിഗർ ചെയ്ത് ഫാസ്റ്റ് ഇഥർനെറ്റ്. ഇനി 0/1 കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതിന് ഇവിടെ തന്നെ അടിക്കുക. പിന്നെ നമ്മൾ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് അടിക്കണം എന്നില്ല, ഇങ്ങനെ അടിച്ചാലും മതി. ഇൻഡ് F0/1 ഇങ്ങനെ അടിക്കണതാണ് എളുപ്പം. പക്ഷെ എക്സാമിന് എഴുതുമ്പോൾ, പേപ്പറിൽ എഴുതുമ്പോൾ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് എന്ന് എഴുതിക്കോ, ഡീറ്റെയിൽ ആയിക്കോട്ടെ. ഐ പി അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ 2 റേഞ്ച് വരുന്നത്. അപ്പോൾ 2.1 ഞാൻ കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് നോ ഷട്ട് ഡൗൺ കൊടുക്കുക. ഇത് നോക്കിക്കോ, നോ ഷട്ട്. ഇത് ഐ പി അഡ്രസ്സ് കൊടുത്ത് നോ ഷട്ട് ഡൗൺ കൊടുക്കുമ്പോഴാണ് കണ്ടോ കളർ മാറിയത്. എക്സിറ്റ് ചെയ്യാം. ഇതിപ്പോൾ മാറും, അത് നോക്കണ്ട. പിന്നെ ഇതിൻ്റെ ഏകദേശം കോൺഫിഗറേഷൻ കഴിയും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 0/0 ഐ പി അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 നമ്മൾ കൊടുത്തുള്ളത്. അത് ഈ 2 PC-യിലും ഗേറ്റുമായിട്ട് സെറ്റ് ചെയ്യണം. 168.1.1 അതേപോലെ ഈ സൈഡിൽ 2.1. അപ്പോൾ ഇവിടെ 2.1 സെറ്റ് ചെയ്യാം. ഗേറ്റ് വേ ഇനി പിങ് ചെയ്ത് നോക്കാം. ടെർമിനലിൽ കമാൻഡ് പ്രോപ്പർട്ടി പിങ് ആദ്യം 180.168.1.3 തന്നെ ഈ സൈഡിൽ തന്നെ പിങ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പിങ് ചെയ്ത് ഒരേ നെറ്റ്വർക്കേക്കുള്ള തന്നെയാണ്. ഇനി അപ്പുറത്തെ നെറ്റ്വർക്കേക്ക് പിങ് ചെയ്ത് നോക്കാം, പോകുന്നുണ്ടോ നോക്കാം. അപ്പോൾ 2.2 കൊടുത്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നറിയാം. ഇല്ല, ആദ്യത്തെ ടൈം ഔട്ടാവും, പിന്നെ പോവും. ഇനി ഒന്നുകൂടെ വെച്ച് കഴിഞ്ഞാൽ ടൈം ഔട്ട് ഉണ്ടാവില്ല. കണ്ടോ, അതേപോലെ പിന്നെയൊന്നുമില്ല. ഈ മെസ്സേജിൻ്റെ സമയം എടുത്തിട്ട്
ആദ്യത്തെ ഫെയിലാവും. ഒന്നും കൂടി കൊടുത്തു. രണ്ടാമത്തെ സക്സസ് ആയി. ഇത് ഇത്ര ഉള്ളൂ എക്സ്പെരിമെൻ്റ്. 2 നെറ്റ്വർക്ക് തമ്മിൽ റൂട്ടർ വെച്ചിട്ട് കണക്ഷൻ ചെയ്തു. ഇതിൽ റൂട്ടറിൽ കൊടുത്ത കമാൻഡാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ്. എന്താ പറയുക, ഈ ഫാസ്റ്റ് ഇഥർനെറ്റാണ് ആദ്യം കോൺഫിഗർ ചെയ്തത്. ഇവിടെ ഒരു IP അഡ്രസ്സ് കൊടുത്തു. ആ IP അഡ്രസ്സ് കൊടുക്കണ ഈ 1 പോയിൻറ്റിൻ്റെ റേഞ്ചിലുള്ള IP അഡ്രസ്സാണ് കൊടുത്തത്. 1.1 ലാസ്റ്റ് വരുന്നത്. അതേപോലെ അതിലുള്ള കമാൻഡാണ് ഇത്. ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0 IP കൊടുക്കണ കമാൻഡ്. പിന്നെ എപ്പോഴും നോ ഷെഡ്യൂൾ കൊടുക്കണം, അത് മറക്കരുത്. പിന്നെ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0 കൊടുക്കണമെന്നില്ല. f 0/0 കൊടുത്താലും മതി. ഇവിടെ അടുത്ത് സെറ്റ് ചെയ്ത് കണ്ടില്ലേ, 0/1 എന്നാണ് കൊടുത്തത്. അതിൻ്റെ സൈഡിലുള്ള എന്താ പറയുക, PC-യിലുള്ള IP അഡ്രസ്സിൻ്റെ റേഞ്ച് 2.1 കൊടുത്തു. എന്നിട്ട് നോഷൻ അടിച്ചു. എന്നിട്ട് ഈ 2 IP-യും 2 സൈഡിൻ്റെ 2 നെറ്റ്വർക്കിൻ്റെ ഗേറ്റ് വേ ആയിട്ട് സെറ്റ് ചെയ്തു. ഇതാ 1.1 ഇവിടെ നോക്കിയാൽ മതി. ഗേറ്റ് വേ 2.1 ഇതാണ് ഇതിലുള്ള കമാൻഡ്. എനേബിള് റൂട്ടർ ആദ്യം എടുക്കുമ്പോൾ എനേബിള് കോൺഫിഗർ ടെർമിനൽ, പിന്നെ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0 നോ ഷട്ട് ഡൗൺ, ഇതൊക്കെ